ഇങ്ങനെയൊരു പ്രപ്പോസൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി ഒന്നും നടത്തിയിട്ടായിരിക്കില്ല ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് പറയുന്നത് 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉയർത്താം, സീറ്റ് സംഖ്യ ഉയർത്താം എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് അതൊരു റീസണബിൾ ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിന്റെ ആബ്സല്യൂട്ട് നമ്പേഴ്സിൽ വരുമ്പോൾ വളരെയധികം വ്യത്യാസം വരുന്നു നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാൻ, കേരളത്തിന് 20 സീറ്റുണ്ട്, യു പിക്കാണെങ്കിൽ 80 ഉണ്ട് ഇപ്പോഴും. അപ്പൊ കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 60 സീറ്റാണ് ഇപ്പോഴും. ഇനിയിപ്പോ 50% എല്ലാവർക്കും ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് 30 വരും, യു പിക്ക് 120 വരും. അപ്പൊ അന്നേരം തന്നെ വ്യത്യാസം 90 ആയി കഴിഞ്ഞിരിക്കുന്നു. 60-ൽ നിന്ന് 90 ആകുന്നു. അതായത് വലിയ സ്റ്റേറ്റുകൾക്ക് വലിയ വർധനയും ചെറിയ സ്റ്റേറ്റുകൾക്ക് ചെറിയ വർധനയും ഉണ്ടാകുന്നു. ഇതാണ് ഈ 50%. കേൾക്കുമ്പോൾ 50% എല്ലാവർക്കും ആകുമ്പോൾ വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണെന്ന് തോന്നാം. പക്ഷെ ഇതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 361 സീറ്റുകൾ വടക്കേ ഇന്ത്യയിലുള്ളപ്പോൾ നമുക്ക് ഈ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ആകെ കൂടിയുള്ള 129 സീറ്റുകളാണ്. ഇപ്പൊ തന്നെ ആ ഒരു ഇംബാലൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഇംബാലൻസ് കുറെ കൂടെ അഗ്രവേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് ഇതിൽ ഇപ്പൊ ഈ നിലവിലിരിക്കുന്ന ഈ സംവിധാനത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് ഈ ആർട്ടിക്കിൾ 81-ൽ പറഞ്ഞിരിക്കുന്ന ഫോർമുല ഇനി പ്രായോഗികമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ ഫോർമുല കണ്ടുപിടിച്ച് കുറെ കൂടെ ഇക്വിറ്റബിൾ ആയ, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ, അതിനെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വരാതെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അത് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഈ പ്രൊപ്പോസൽസ് കൊണ്ടുവരാവൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.